ഹലോ ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറേ റിക്വസ്റ്റുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. മറ്റൊന്നുമല്ല, ഒരു വെൽക്കം ഡ്രിങ്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചൈന ഗ്രാസ് ആണ്. ഇത് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആട്ടോ. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ പകുതി 5 ഗ്രാം ചൈന ഗ്രാസ് നമുക്കിതിനായിട്ട് മതി. അപ്പോൾ ഞാൻ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരുപാട് ടൈമൊന്നും കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ചൈന ഗ്രാസിന് മുകളിലായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കണം, അത്രയും വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇത് ഒരുപാട് ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇതുപോലെ നല്ലതായിട്ട് കുതിർന്ന് നമുക്ക് കിട്ടും. 5 മിനിറ്റും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് ഇതുപോലെ നല്ല കുതിർന്ന് കിട്ടും. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചൈന ഗ്രാസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ഉരുക്കിയെടുക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ടും നല്ല പോലെ ഈ വെള്ളവുമായിട്ട് ചേർന്ന് ഉരുവി നമുക്ക് കിട്ടണം. അതുവരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഗ്ലാസ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. എന്നാൽ മാത്രമേ ഇത് നല്ല പോലെ സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇതിലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഡിസോൾവ് ആവട്ടെ. എന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് ചേർന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് തിളയ്ക്കണം കേട്ടോ, അത് മറക്കരുത്. എന്നതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കാം. എന്നിട്ട് ഇതിൻ്റെ പകുതി ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പകുതിയായിട്ട് എടുത്തത്. ഈ ഫുഡ് കളർ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഫുഡ് കളർ ചേർക്കാതെ നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇതുപോലെ ഫുഡ് കളറൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ റെഡ് കളറിലെ ഫുഡ് കളറാണ് ഇപ്പോൾ ചേർത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് പെട്ടെന്ന് ചൂടാറും തോറും കട്ടിയാവും. അതുകൊണ്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കളറ് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് വയ്ക്കുക. അപ്പം ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ട് അതിൽ പച്ച കളറ് ചേർത്തിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഇത് സെറ്റാവും. എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് എടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു 2 ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഇതുപോലെ ഒന്ന് പൊടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് 3-4 ഏലക്ക ഇട്ടിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്കിതെല്ലാം കൂടി ഒന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഏലക്കയുടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത പാല് തന്നെ ഒഴിക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതെല്ലാം കൂടെ നല്ല സ്മൂത്തായിട്ട് 1 മിനിറ്റെങ്കിലും ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. ശരിക്കും നല്ല ക്രീമി പോലെ വരും. അപ്പോൾ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ കൂടി വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തു കേട്ടോ. നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക. എന്നതിന് ശേഷം തിരിച്ച് വെച്ച് കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് പച്ച കളറിൽ നമ്മൾ വെച്ചിരിക്കുന്നതും വരഞ്ഞ് ഒന്ന് എടുക്കുക. അപ്പോൾ അത് ഇതുപോലൊരു ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഈ കളർ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കളർ ചേർക്കാതെ നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ മറ്റേതും കൂടെ ഒന്ന് ശരിയാക്കി എടുത്ത് അടുത്തതായിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡ് കളറിലുള്ള നമ്മുടെ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്രീൻ കളറിലുള്ള ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കണം. ഇത് ഈ ഗ്ലാസ് നിറയെ നമുക്കിത് ഇടാം കേട്ടോ.
അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാലിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രീമിയാണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ടേസ്റ്റി ആട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി ചൈന ഗ്രാസ് ഉപയോഗിച്ചില്ലെങ്കിലും ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കാവുന്നേ ഉള്ളൂ. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.